ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കർക്കിടകം ഒന്നായിട്ട് എല്ലാവർക്കും ഒരു കയ്പുള്ള റെസിപ്പി തരാം എന്ന് വിചാരിച്ചു. കയ്പും മധുരവും എല്ലാം ചേർന്ന റെസിപ്പി ഉണ്ടോ, പക്ഷെ കൂടുതൽ കയ്പുള്ള റെസിപ്പിയാണ് നമ്മുടെ ഉലുവയുടെ ഉണ്ടയാണ്. എന്തായാലും കർക്കിടകമായിട്ട് നമ്മൾ ആരോഗ്യത്തോടെ തുടങ്ങാം എന്ന് വിചാരിച്ചു. കർക്കിടക മാസത്തിൽ നമ്മൾ മരുന്ന് കഞ്ഞിയും ഉലുവക്കഞ്ഞിയും അതുപോലെ ഉലുവ ലേഹ്യം ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അതിലൊന്നാണ് നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഉലുവയുടെ ഉണ്ട. ഉലുവ ഉണ്ട കഴിച്ചിട്ടില്ലാത്ത ആളുകൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കൂടുതലും ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ ഹെൽത്ത് നോക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ കർക്കിടകത്തിൽ മരുന്നൊക്കെ കഴിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ ഇഷ്ടമാവുക. ആയുർവേദ മരുന്നുകളും ആയുർവേദ മരുന്ന് കഞ്ഞിയും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മരുന്ന് കഞ്ഞിയുടെ വീഡിയോയും അതുപോലെ ഉലുവ കഞ്ഞിയുടെ വീഡിയോയും ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മരുന്ന് കഞ്ഞി വേണമെന്നുണ്ടെങ്കിലും ഉലുവ കഞ്ഞി വേണമെന്നുണ്ടെങ്കിലും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് നോക്കുക. അതിനുശേഷം ഉണ്ടാക്കി കഴിക്കുക. 7 ദിവസമെങ്കിലും മിനിമം കഴിക്കണം ഉലുവക്കഞ്ഞിയും മരുന്ന് കഞ്ഞിയും ഒക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ഈ ഉലുവയുടെ ബോൾസ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ എത്ര ദിവസം കഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. കർക്കിടകം 31 ദിവസം വരെ കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉലുവ ഉണ്ട അല്ലെങ്കിൽ ഉലുവ ബോൾസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉലുവ ബോൾ അല്ലെങ്കിൽ ഉലുവ ലഡു ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ ഉലുവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കിലോ നമ്മൾ ചോറ് വയ്ക്കുന്ന കുത്തരി ഉണ്ടല്ലോ, കുത്തരി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണ്ട ശർക്കര, അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കാം കേട്ടോ. 1/4 കിലോ അരി എടുക്കുമ്പോൾ 1/4 കിലോ ശർക്കര ചേർക്കാം. അതിലും കുറവ് ചേർത്താലും മതി. ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു 150 ഗ്രാം ശർക്കര ചേർത്താൽ മതി. ഒരുപാട് ശർക്കര വേണ്ട. ഞാനിപ്പോൾ ഈ ശർക്കര മുഴുവനായിട്ട് എടുക്കില്ല, ഇതിൻ്റെ ഒരു പകുതി മാത്രമേ എടുക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ശർക്കര എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. 1/4 കിലോ വരെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് മധുരം ഉണ്ടാവും. 150 ഗ്രാം ആണെങ്കിൽ ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ. ഡയബറ്റിക് പേഷ്യൻസിന് എപ്പോഴും ചെറിയൊരു മധുരമുള്ള രീതിയിലുള്ള ഉലുവ ലഡു ആണ് നല്ലത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ അരി ഒന്ന് വറുത്തെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക കേട്ടോ. നമ്മൾ അരി വറുത്ത് പൊടിച്ച് ഉണ്ട ഉണ്ടാക്കില്ലേ, ആ പാകത്തിൽ അരി വറുത്തെടുക്കുക. ഇതെല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അരി വറുത്ത് പൊടിച്ച് ഉണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അരി വറുത്ത് പൊടിച്ചിട്ടുള്ള ഉണ്ട. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കൂ. അപ്പോൾ ഇതൊന്ന് അരി ഒന്ന് കുക്കായി വരട്ടെ, കറക്റ്റായിട്ട് ആ പാകത്തിനായി വരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വറുത്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ അരി ഇത് കണ്ടോ, നന്നായിട്ട് പൊട്ടി തുടങ്ങി. ഒരു 1/4 ഭാഗം ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് കഴിയുമ്പോൾ അതിലിരുന്നിട്ട് പൊട്ടി വന്നോളും. ഞാനിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്, ചൂട് മാറാനും ബാക്കിയുള്ള അരി പൊട്ടി വരാനായിട്ട്. ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ചേർക്കാം. ഉലുവയും ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കുക. ഉലുവയുടെയും കളർ മാറുന്നത് വരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉലുവയും ഇത് കണ്ടോ, കളറൊക്കെ മാറി പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉലുവയും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് മാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. അരിയും ഉലുവയും ചൂട് മാറി കഴിഞ്ഞിട്ടേ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ചൂട് മാറി വരട്ടെ. അരി വറുത്ത് വെച്ചിരിക്കുന്നത് ആദ്യം പൊടിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ അരിയുടെ ചൂടേ മാറിയിട്ടുള്ളൂ, നമ്മുടെ ഉലുവയുടെ ചൂട് മാറിയിട്ടില്ല. അപ്പോൾ അരി നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ അരി വറുത്തത് പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉലുവ വറുത്തത് ചൂട് മാറി വന്നിട്ടുണ്ട്, ഇതും പൊടിച്ചെടുക്കാം. പൊടിച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്താലേ ഇതിൻ്റെ തരിയൊക്കെ മാറി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ അരിയും ഉലുവയും വറുത്തത് പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് നമ്മൾ കത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് ചീവി എടുത്തിട്ടുണ്ട്. ശർക്കരയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും ചേർത്തൊന്ന് അടിച്ചെടുക്കാം. ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. മുഴുവൻ പൊടിയും ചേർത്ത് മിക്സ് ചെയ്യേണ്ട, കുറച്ച് പൊടി ചേർത്ത് മിക്സ് ചെയ്തൊന്ന് അടിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം.
ഇപ്പോൾ നമ്മൾ അരി വറുത്ത് പൊടിച്ചതും അതുപോലെ ഉലുവ വറുത്ത് പൊടിച്ചതും തേങ്ങയും ശർക്കരയും എല്ലാം ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കുമ്പോൾ കറക്റ്റായിട്ട് ബോളായി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കരയുടെ അളവും തേങ്ങയുടെ അളവും കറക്റ്റാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ശർക്കരയും തേങ്ങയും ചേർത്ത് നമ്മൾ ഒന്നുകൂടി മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇത് കണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് ലഡു ആയിട്ട് അല്ലെങ്കിൽ ബോളായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങയുടെയും ശർക്കരയുടെ അളവ് കറക്റ്റാണ്. ശരി, അപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉലുവ ഉണ്ടയുടെ പാകം കറക്റ്റാണ് എന്ന് പറയാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നതാണ് പാകം. അപ്പോൾ ഞാൻ എടുത്തത് ആ ശർക്കരയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. തേങ്ങ 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ വേണം. പിന്നെ ഒട്ടും നനവില്ലാത്ത കൈ ഉപയോഗിച്ച് വേണം നമ്മളിത് ബോൾസ് ആക്കി എടുക്കാനായിട്ട്. നനവുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മോശമായി പോവും. ഇല്ലെങ്കിൽ നമുക്ക് 1 മാസം വരെ സൂക്ഷിച്ച് വെക്കാം. ഒട്ടും തന്നെ മോശമായി പോവില്ല. ചെറിയൊരു ചൂടുണ്ടാവും. ഈ ചൂടോടുകൂടി തന്നെ ഉണ്ട പിടിക്കുക. അതിനുശേഷം അപ്പോൾ നമ്മളിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ട് ഡെയിലി ഓരോന്നോ 2 എണ്ണം വീതമോ കഴിക്കുക. അപ്പോൾ നടുവേദനയുള്ള ആളുകൾക്ക് നടുവേദന മാറാനും അതുപോലെ പോസ്റ്റ് ഡെലിവറി കെയറിനും ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാനും എല്ലാത്തിനും വളരെ നല്ലതാണ് ഉലുവ. ഉലുവ കഞ്ഞിയായിട്ടോ ഉലുവ കഷായമായിട്ടോ ഉലുവ ലേഹ്യമായിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇതാവുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. എന്താണെന്ന് വെച്ചാൽ കയ്പ്പല്ലേ, കയ്പ്പ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. വലിയ ആളുകൾക്ക് കർക്കിടക മാസത്തിൽ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഉലുവ വാങ്ങിച്ചിട്ട് ഒരു 1/4 കിലോ ഉലുവയും 1/4 കിലോ അരി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിതെല്ലാം ബോൾസ് ആക്കി എടുക്കട്ടെ ഒന്ന്. അപ്പോൾ നമ്മുടെ ഉലുവ ബോൾസ് എല്ലാം എന്താ നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഒരു ഫാമിലിക്ക് ഒരാഴ്ചത്തേക്കുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ എണ്ണ എടുത്തില്ല. ഞാനിപ്പോൾ അളവ് കണ്ടിട്ട് പറയാണ്. ഒരു 5 പേരുള്ള ഒരു ഫാമിലിക്ക് ഒരാഴ്ചത്തേക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷേ ഡെയിലി ഓരോന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 2-3 ആഴ്ച കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഒരാൾ ഒരെണ്ണം വീതമാണ് കഴിക്കുന്നതെങ്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ചെറിയൊരു കയ്പ്പുണ്ടാവും, അത് ഞാൻ വീണ്ടും പറയാണ്. ആ കയ്പോട് കൂടി കഴിച്ചാലാണ് നമുക്ക് ഗുണം ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുമ്പോഴും കർക്കിടക കഞ്ഞി കഴിക്കുമ്പോഴും ഉലുവക്കഞ്ഞി കഴിക്കുമ്പോഴും ഒക്കെ ഈ ഒരു കയ്പ്പ് ചെറിയൊരു കയ്പോട് കൂടിയാണല്ലോ നമ്മൾ കഴിക്കുക. അപ്പോഴാണ് ആ ഔഷധങ്ങളുടെ ഗുണമെല്ലാം നമ്മുടെ ശരീരത്തിന് കിട്ടുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു ലൈക്കും കൂടി തരിക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, ബൈ.